ഹായ് ഓൾ. കറുപ്പ് സൂര്യയുടെ ഒരു കുറേ വർഷത്തിന് ശേഷം അത്യാവശ്യം നല്ല പോസിറ്റീവ് റിപ്പോർട്ട് വന്നിട്ടുള്ള ഒരു പടം. അപ്പോൾ ഫസ്റ്റ് ഡേസ് എനിക്ക് കാണാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേ വൈകുന്നേരം രാത്രി 9 മണിയുടെ ഷോക്ക് കൈരളി കയറി. അപ്പം അത്യാവശ്യം ചെറുപ്പക്കാരൊക്കെ കയറിയോണ്ട് തന്നെ ഏകദേശം എനിക്കൊരു കുറച്ച് സാറ്റിസ്ഫൈഡ് ആയി. കാരണം ഈ സിനിമ ഒരു പക്ക എനർജറ്റിക് ആയിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഇടുന്ന് കാണുമ്പോഴേ ഈ സിനിമേൻ്റെ ആ ഒരു വൈബ് കിട്ടുമെന്ന് പലരും പറയുന്നത് കേട്ടുകൊണ്ട് തന്നെ ആ ഒരു എനർജറ്റിക് ക്രൗഡിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ചൊക്കെ ഒന്ന് സമാധാനമായി. അങ്ങനെ പടം തുടങ്ങി. പടത്തിൻ്റെ തുടക്കം തന്നെ ഒരു ടൈറ്റിൽ കാർഡിൻ്റെ സൂര്യൻ്റെ ദ വൺ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സൂര്യയുടെ ചെറിയൊരു ഇൻട്രോ. അപ്പോൾ തിയേറ്റർ ഇങ്ങനെ നിന്ന് കത്തുകയാണ്. ഫുൾ വിസിലുടെയും കയ്യോടെയും ഒക്കെ ആയിട്ട് അപ്പം തന്നെ നമുക്കൊരു ഇത് വന്നു ഇനി അങ്ങോട്ട് പടം മൊത്തം ഇങ്ങനെ ഒരു ഓളം തന്നെയായിരിക്കും എന്നുള്ള ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ സീൻ ബൈ സീൻ ഇങ്ങനെ പോകുന്നു. ആർ.ജെ. ബാലാജീൻ്റെ ഇൻട്രോ ഉണ്ട്. അത് തൊട്ട് ഒരു കുറച്ച് നേരത്തേക്ക് നമ്മുടെ ബാലാജിയുടെ അഴിഞ്ഞാടം തന്നെയായിരുന്നു. ബാലാജി തന്നെ മെയിൻ. ഈ പടത്തിൽ സൂര്യ ഉണ്ട് എന്ന് പോലും നമുക്ക് ഓർമ്മ വരില്ല. പടത്തിൽ ബാലാജി മെയിനായി ആ പടം കാണാൻ വന്ന പോലെ നമുക്കിങ്ങനെ തോന്നും. കാരണം ഓരോ സീനിനും വലിയ ഇമ്പോർട്ടൻസ് ബാലാജിക്ക് തന്നെയായിരുന്നു. അങ്ങനെ ഏകദേശം ഞാൻ സമയം നോക്കി, ഏകദേശം ഒരു 40 മിനിറ്റ് ആവാനൊക്കെ ആവുമ്പോഴാണ് നമ്മുടെ സൂര്യയുടെ ഇൻട്രോ വരുന്നത്, ഒരു മെയിൻ ഇൻട്രോ വരുന്നത്. ഇൻട്രോ ഒക്കെ സൂപ്പറായിരുന്നു. അപ്പോഴുള്ള BGM സായിനതിൽ എടുത്തു പറയണം. ഈ സിനിമയിൽ നമ്മളെ ഇരുത്തുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ സായിയുടെ BGM തന്നെയാണ്. സായിയുടെ ഒരു രക്ഷയില്ലാത്ത വർക്ക് എന്ന് വെച്ചാൽ നല്ല പണിയെടുത്തിട്ടുണ്ട് സായി ഇതിൽ. എനിക്ക് വീണ്ടും കാണണമെന്നൊരു തോന്നൽ എവിടെയെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ റീസൺ സായി തന്നെയാണ്. സായിയുടെ BGMഉം അതിന് ബാലാജിയുടെ ആ ഒരു ഡയറക്ഷനും മേക്കിങ്ങും ആ ഒരു സിനിമാറ്റോഗ്രഫിയും ഫൈറ്റ് സീൻസിലൊക്കെ ഉള്ള ചില കളർഫുൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിലെ ഫ്രെയിമും അതൊക്കെ കുറച്ചൊക്കെ എവിടേക്കോ ചെറിയ ചെറിയ ഹൈ മൊമെന്റ്സ് ഒക്കെ സിനിമയിലുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാലാജി തന്നെയാണ് മെയിനായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എവിടേക്കോ കുറഞ്ഞ സൂര്യയുടെ ഹൈ മൊമെന്റ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമ ഒരു ആവറേജ് അനുഭവമാണ് എന്നെ സംബന്ധിച്ചിട്ട്. എൻ്റെ കൂടെ അനിയന്മാരുണ്ടായിരുന്നു. അവർക്കും ആ ഒരു ആവറേജ്, അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരു ആവറേജ്, ആ ഒരു നിലവാരം മാത്രമേ സിനിമയിൽ കിട്ടുന്നുള്ളൂ. ഒരു പക്ക എന്താ പറയുക എൻ്റർടൈനറായിട്ട് പല സ്ഥലങ്ങളിലും ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ എന്നാലും കുറേ വർഷത്തിന് ശേഷം സൂര്യ നല്ല ഒരു സ്ക്രീൻ പ്രസൻസ്, അത് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഓറ ഉണ്ടല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാം ഇതിലൊരു ഗോഡ് മൂഡാണ്, ദൈവത്തിൻ്റെ ഒരു പരിവേഷം അല്ലെങ്കിൽ ദൈവിക ഭാവത്തിലാണ് ഇതിൽ സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു ഓറ ഉണ്ടാവുമല്ലോ, ഒരു ദൈവം വന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റി ഉണ്ടല്ലോ. ആ ഒരു സംഭവം നമുക്ക് സൂര്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ആ സോങ്ങിനൊക്കെ തിയേറ്ററിൽ ഫുൾ ഡാൻസ് ഒക്കെ ചെയ്യുന്നു. ഞാനൊക്കെ പോയി, എല്ലാവരും ഒന്നും ഇല്ല, കുറച്ച് പേരൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് ആ സമയത്തൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് സിനിമ ആസ്വദിച്ചു. സൂര്യയുടെ കുറേ വർഷത്തിന് ശേഷമാണ് കുറച്ചുകൂടി ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു സോങ്ങും ഡാൻസും ഇതൊക്കെ കാണാൻ പറ്റുന്നത്. മൊത്തത്തിലൊരു കൊമേഴ്ഷ്യൽ സൂര്യനെ എവിടേക്കോ കിട്ടി. നമ്മുടെ ഒരു ആക്ടർ സൂര്യ എന്നുള്ള രീതിയിൽ അവസാനത്തേക്കൊക്കെ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അത്ര ഒരു ഇമ്പാക്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ ഒരുപക്ഷെ കാന്താരയൊക്കെ കണ്ടതുകൊണ്ടാവാം നമുക്ക് അത്രത്തോളം ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഒരുപക്ഷെ കാന്താര ഉള്ളത് കൊണ്ടാവാം. എന്നാലും കറുപ്പ് എന്നുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു ഗോഡ് മൂഡ് ക്യാരക്ടർ സൂര്യ വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. സൂര്യക്ക് ഈ കേക്ക് ബാക്ക് ആയിട്ടുള്ളൊരു സംഭവമാണ്. വലിയ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തൃഷയുടെ റോൾ എന്ന് പറഞ്ഞാൽ സൂര്യയെ ബിൽഡപ്പ് ചെയ്യാന്നുള്ളതാണ്. അത് വൃത്തി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. തൃഷയുടെ റോളും നമുക്കൊന്നും എനർജി തരുന്നില്ല. തൃഷ സംസാരിക്കുമ്പോഴൊന്നും, ഒരുപക്ഷെ സീനിന്റെ പ്രശ്നമാവാം, എന്താണെന്നറിയില്ല. ട്രെയിലറിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പീക്ക് സംഭവം ലോഡി എന്നൊക്കെ തൃഷ പറയുന്ന ഒരു സാധനമല്ലേ. അതൊന്നും ഒരു ഇമ്പാക്റ്റും തരുന്നില്ല. എന്താണെന്നറിയില്ല, ആ ഒരു സംഭവം നമുക്ക് വർക്കൗട്ട് ആവുന്നില്ല. പിന്നെ ഒരുപാട് റെഫറൻസുകളുണ്ട്, രജനീകാന്തിൻ്റെത്, വിജയുടേത്, പിന്നെ അജിത്തിൻ്റെ കുറേ റെഫറൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഫോഴ്സ്ഡ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതിൽ ആകെ ഫോഴ്സ്ഡ് അല്ലാതെ തോന്നിയത് ഭാഷയിലെ ആ ഒരു പേര് ശരവണൻ, എനിക്ക് 200 പേര് എടുക്കുക ട്രെയിലറിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരു സംഭവം വലിയൊരു പ്രശ്നമില്ലാണ്ട് തോന്നി. പക്ഷേ ബാക്കിയുള്ളതൊക്കെ എവിടേക്കോ കുത്തിക്കയറ്റിയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാലും പിന്നെയും എടുത്തു പറയാനുള്ളത് ലിയോയിലുള്ളൊരു സീനുണ്ട്, അത് കുഴപ്പമില്ല എന്ന് പറയാം. ബാക്കിയൊക്കെ ഇങ്ങനെ ഫോഴ്സ്ഫുള്ളി ഇങ്ങനെ നമ്മളെ കൈയിടിപ്പിക്കാൻ വേണ്ടി കുറേ സീൻ ഉണ്ടാക്കല്ലോ, അങ്ങനെയൊക്കെ തോന്നി. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സിനിമ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ളൊരു, ഇനിയും ഞങ്ങൾ വലിയ കുഴപ്പമില്ലായിരുന്നു, ഭയങ്കര സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഓഡിയൻസിനിടയിൽ നിന്ന് കാണുകയാണെങ്കിൽ നമ്മളിതൊക്കെ മറക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ അപ്സര അല്ലെങ്കിൽ രാധ പോലത്തെ ഒരു തിയേറ്ററിലൊക്കെ ഇരുന്ന് കാണുമ്പോൾ, അവിടുത്തെ അങ്ങനെയുള്ളൊരു ഓഡിയൻസിനിടയിലൊക്കെ ഇരുന്ന് കാണുമ്പം ഒരുപക്ഷെ നമ്മൾ ഈ ഒരു നെഗറ്റീവൊക്കെ നമ്മൾ മറന്ന് വെറുതെ കൈയടിച്ച് വിസിൽ വിളിച്ച് നമ്മൾ ഇറങ്ങിപ്പോരുന്ന സംഭവം ആവും.
അത് നമ്മളെ ഓഡിയൻസ് മാറ്റേഴ്സ് ആണ്. ആ സമയത്ത് നമ്മുടെ ഷോക്ക് ഉണ്ടായിരുന്ന ഓഡിയൻസ് എങ്ങനെ ഉണ്ടാവും അതിനനുസരിച്ച് ഉണ്ടാവും ഈ സിനിമ. അതുകൊണ്ടായിരിക്കണം ഫസ്റ്റ് ഡേ ഒക്കെ നല്ല റിപ്പോർട്ട്സ് വന്നത്, നല്ല പോസിറ്റീവ് റിപ്പോർട്ട്സ് വരികയും ഹൗസ്ഫുൾ ഷോസ് ഉണ്ടാകുന്നതിൻ്റെയൊക്കെ റീസൺ ഒരു പക്ഷേ ആ ഒരു ഓഡിയൻസ് ആയിരിക്കണം. അതായിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ ഇത്ര പോസിറ്റീവ് വരാനുള്ള ഒരു ഹൈ സംഭവം ഈ സിനിമയിൽ എനിക്ക് കണ്ടതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ സൂര്യ ഫാൻസിനൊക്കെ ഇത് വളരെ ഹാപ്പി ആയിരിക്കും. കാരണം ഞാൻ എൻ്റെ ഒരുപാട് കൂട്ടുകാരുണ്ട്, അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ വളരെ ഹാപ്പിയാണ്. കാരണം പഴയ ഒരു സൂര്യയുടെ എവിടേക്കോ ഒരു സംഭവം, ഒരു നിഴല് നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ കുറേ വർഷത്തിന് ശേഷം ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കുന്ന, നമ്മളങ്ങനെ കോരിത്തെരിപ്പിക്കുന്ന ഒരു സൂര്യ ഫിലിം ഒരുപക്ഷെ ഈ അടുത്തൊന്നും ഇറങ്ങിയിട്ടില്ല. സോ അവരെല്ലാവരും വളരെ ഹാപ്പി ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സൂര്യയെ സംബന്ധിച്ച് ഒരു വലിയ കമ്പാക്ട് തന്നെയാണ്. കാരണം കളക്ഷൻ റിപ്പോർട്ട്സിലൊക്കെ സൂര്യയ്ക്ക് ഒരു കൊമേഴ്ഷ്യൽ ഒരു പിടിപാട് ഇവിടെ ഉണ്ട് പണ്ട് മുതലേ. എനിക്ക് തോന്നുന്നു പണ്ട് 2014-13 ആ ഒരു കാലഘട്ടത്തിലൊക്കെ രജനീകാന്ത് വേഴ്സസ് സൂര്യ എന്നുള്ളൊരു വലിയ കോമ്പറ്റീഷൻ തന്നെ ഉണ്ടായിരുന്നു ബോക്സ് ഓഫീസിൻ്റെ കാര്യത്തിൽ. ആ ലെവലിൽ സൂര്യയുടെ ഹോൾഡ് തമിഴ്നാട്ടിലും കേരളത്തിലും സൗത്ത് ഇന്ത്യയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കുറെ കാലത്തേക്ക് മങ്ങി നിന്ന ഒരു സ്റ്റാർഡം വീണ്ടും തിരിച്ചു വന്നതായിട്ടുള്ള ഒരു പ്രതീതി സൂര്യക്ക് ഈ സിനിമയിലൂടെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഒരു ക്രെഡിറ്റ് നമുക്ക് RJ ബാലാജിക്ക് കൊടുക്കാൻ സാധിക്കും. നമ്മുടെ മലയാളികളായിട്ട് ഇന്ദ്രൻസ്, പിന്നെ അജു വർഗീസ് ചെറിയൊരു സീനില്, പിന്നെ ആ കുട്ടി ഇന്ദ്രൻസിന്റെ മോളായിട്ടുള്ള കുട്ടി സ്വാസിക, കിട്ടിയ ക്യാരക്ടേഴ്സൊക്കെ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇതിലെ ഇമോഷണൽ കണക്ഷൻ നമുക്ക് അങ്ങോട്ട് കിട്ടുന്നില്ല. നമുക്കറിയാമല്ലോ, നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ ഏകദേശം എങ്ങനെയുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാവും. പക്ഷെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ സിനിമയിൽ നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു ഇമ്പാക്റ്റ്, അഥവാ ആ ഒരു വില്ലൻ കാണിക്കുന്ന ആ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവില്ലേ, അത് നമ്മളിലേക്ക് ഇങ്ങോട്ട് തരാൻ സിനിമയ്ക്ക് സാധിക്കുന്നില്ല. വീണ്ടും ഞാൻ പറയാണ്, ഈ സിനിമയിലെ BGM പ്ലസ് ഫ്രെയിംസ്, ഇത് രണ്ടുമാണ് സിനിമയിൽ എന്നെ പിടിച്ചിരുത്തിയ മെയിൻ ഘടകം എന്ന് പറയുന്നത്. എക്സെപ്റ്റ് ദിസ്, സിനിമ എനിക്ക് വെറും ഒരു ആവറേജ് അനുഭവമാണ്. മറ്റൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും